കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോഴും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ചില വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിൽ പ്രത്യേകിച്ച് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുക, എന്താണ് ഇത്രമേൽ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്, ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാന്റ് അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾ ഈ നിലയിൽ ഉള്ള തുക എത്രത്തോളമാണ്, ഇത്തരം വിശദാംശങ്ങളെല്ലാം നമുക്ക് കൂടുതൽ പ്രേക്ഷകരിലേക്ക് വരും മിനിറ്റുകളിൽ തന്നെ എത്തിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വി ഡി സതീശൻ സർക്കാർ ഇപ്പോൾ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച ധവളപത്രത്തെ ചൊല്ലി തർക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ധവളപത്രം മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് സഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും രഹസ്യങ്ങളും പബ്ലിക്കാക്കുന്നതോ അല്ലെങ്കിൽ ഏജൻസികളെ ഏൽപ്പിച്ചുകൊണ്ട് പരിശോധിക്കുന്നതോ ശരിയല്ല എന്നുകൂടിയാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം. എന്നാൽ കണക്കുകൾ സാങ്കേതികമായി പരിശോധിച്ച് സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് ഈ ഡേറ്റ തയ്യാറാക്കിയത് എന്നാണ് വി ഡി സതീശൻ, അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായിട്ടുള്ള വി ഡി സതീശൻ മറുപടി നൽകിയത്. എന്താണ് ധവളപത്രം, എന്തിനാണ് ധവളപത്രം ഇറക്കുന്നത്? ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ കൂടിയാണ്. അതായത് ഒരു സംസ്ഥാനത്തിന് മാത്രമല്ല, ധനകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഈ ധവളപത്രങ്ങൾ പുറത്തിറക്കാറുണ്ട്. സാമ്പത്തിക സ്ഥിതി, ആ സ്റ്റേറ്റിന്റെ സാമ്പത്തിക സ്ഥിതി എന്ത് എന്നത് സംബന്ധിച്ച ഏറ്റവും ആധികാരികമാകുന്ന ഔദ്യോഗികമായ കണക്കാണ് ഇപ്പോൾ സഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുള്ള ധവളപത്രം എന്നതാണ് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത്. എപ്പോഴാണ് ഈ ധവളപത്രം തയ്യാറാക്കുക? സാധാരണ നിലയിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആണ് ഇങ്ങനെ ഒരു ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുക. ഇപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതായത് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് UDF സർക്കാർ അധികാരത്തിലേറുന്നത്. UDF സർക്കാർ അധികാരത്തിലേറിയപ്പോൾ എന്താണ് കേരളത്തിന്റെ ധനസ്ഥിതി, അക്കാര്യം ആണ് ഈ ധവളപത്രത്തിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, ഏതെങ്കിലും ഒരു സർക്കാർ ഭരണം തുടരുമ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ആണ് ധവളപത്രം പുറത്തിറക്കി കണക്കുകൾ ഔദ്യോഗികമായി ഡേറ്റകളെ അധികരിച്ചുകൊണ്ട് തയ്യാറാക്കുന്നത് എന്നതാണ്. ഈ രണ്ട് സാഹചര്യങ്ങളിൽ ആണ് ഈ ധവളപത്രങ്ങൾ പുറത്തിറക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, എന്തായിരിക്കാം ഈ ധവളപത്രത്തിന്റെ ഉള്ളടക്കം? ആ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിലവിലെ കടബാധ്യത എത്ര എന്ന് സൂചിപ്പിക്കും. ആ ഡേറ്റ പ്രകാരം ആണ് ഇപ്പോൾ 5 ലക്ഷം കോടിയിൽ അധികം രൂപ കേരളത്തിന് കടബാധ്യതയുണ്ട് എന്ന ഡേറ്റ ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ തന്നെ ഈ പൊതുവിപണിയിൽ നിന്നുള്ള കടമെടുപ്പ് എത്രത്തോളമാണ് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. മറ്റൊന്ന്, കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള വായ്പകൾ എത്ര എന്നുള്ളതാണ്. നമുക്ക് സാമ്പത്തികമായ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് അവരുടെ വരുമാനത്തിന് ആനുപാതികമായിക്കൊണ്ട് ഒരു നിശ്ചിത തുക കേന്ദ്ര സർക്കാരിൽ നിന്ന് വായ്പയായി സ്വീകരിക്കാൻ സാധിക്കും. ഈ വായ്പ ഇപ്പോൾ എത്രത്തോളം പരിധിയുണ്ടോ അത്രത്തോളം എത്തി നിൽക്കുന്നു എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ അവകാശവാദം. അതുകൊണ്ട് തന്നെ കേരളത്തിന് ഇനി കൂടുതൽ വായ്പകൾ നൽകാൻ സാധിക്കില്ല എന്നുകൂടി വ്യക്തമാക്കുമ്പോൾ എത്ര രൂപയാണ് ഇനി